Assalamualaikum. Welcome back to Rasia's Family Maths. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ 12th ചാപ്റ്റർ ആയ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസിന്റെ രണ്ടാമത്തെ സെറ്റ് ഓഫ് എക്സസൈസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 12.2. ഓക്കെ, അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് 6 cm ഇഫ് ദ ആംഗിൾ ഓഫ് ദ സെക്ടർ ഈസ് 60 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? റേഡിയസ് തന്നിട്ടുണ്ട്, r ഈസ് ഈക്വൽ എത്രയാണ്? 6 cm. അതേപോലെ നമുക്ക് ആ സെക്ടറിന്റെ ആംഗിൾ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്നുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏരിയ ഓഫ് ദ സെക്ടർ ആണ്. അപ്പൊ സെക്ടർ എന്താണെന്ന് അറിയാത്ത കുട്ടികൾക്കായി ഒന്നും കൂടെ പറയാണ്. ഒരു സർക്കിളിനെ സംബന്ധിച്ച് സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ആർക്കും ആ ആർക്കിന്റെ രണ്ട് എൻഡ് പോയിന്റ്സുകളും തമ്മിൽ എൻക്ലോസ് ചെയ്യുന്ന ആ സർക്കിളിന്റെ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സെക്ടർ എന്ന് വിളിക്കുക. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് ഒരു ആർക്കാണ് ആണല്ലോ, സർക്കംഫറൻസിന്റെ സർക്കംഫറൻസിന്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആർക്ക് എന്ന് വിളിക്കുക. ഈ ആർക്കിന്റെ രണ്ട് എൻഡ് പോയിന്റ്സിനെ നമ്മൾ സെന്ററുമായിട്ട് ജോയിൻ ചെയ്യുന്നത്, അതായത് രണ്ട് റേഡിയസുകളും ഈ ആർക്കുമായിട്ട് ഈ സർക്കിളിന്റെ അകത്ത് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സെക്ടർ എന്ന് വിളിക്കുക. ഇതിന്റെ ഈ നടുക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ആലോചിക്കും, വിചാരിക്കും ഇതൊരു സെക്ടർ ആണെങ്കിൽ ഇതും ഒരു സെക്ടർ ആണല്ലോ എന്ന് വിചാരിക്കും. കാരണം എന്താണ്? ഇതെന്ന് പറയുന്നത് സർക്കംഫറൻസിന്റെ ഒരു പാർട്ടായ ആർക്കാണ്. ഈ ആർക്കിന്റെ രണ്ട് സൈഡിന്റെയും ഈ ആർക്കിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് ഈ സെന്ററുമായിട്ട് ജോയിൻ ചെയ്ത്, അതായത് രണ്ട് റേഡിയസ് വരച്ചപ്പോ കിട്ടിയ ഒരു സെക്ടർ ആണ് ഇതെന്ന് പറയുന്നത്. അതെ, അതും ഒരു സെക്ടർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതെങ്ങനെ അതിനെ വേർതിരിച്ച് പറയുമെന്ന് പറഞ്ഞാല്, ഈ ഏരിയ ചെറുതായിട്ടുള്ള സ്മോളർ ഏരിയ ഉള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്നത് മൈനർ സെക്ടർ എന്നാണ്. ഓക്കെ, മൈനർ സെക്ടർ എന്നും, അതേപോലെ ഈ ലാർജർ ഏരിയ എൻക്ലോസ് ചെയ്തിരിക്കും, അതായത് ഒരു സർക്കിളിനെ സംബന്ധിച്ച് കുറച്ച് ഭാഗം മാത്രം എൻക്ലോസ് ചെയ്യുന്ന ആ ഒരു സെക്ടറിനെ എന്തെന്ന് വിളിക്കും? മൈനർ സെക്ടർ എന്നും. ഈ ഒരു വലിയ ഭാഗം, അതായത് ഈ സർക്കിളിന്റെ ഒരു വലിയ ഭാഗം ഏരിയ കവർ ചെയ്യുന്ന സെക്ടറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മേജർ സെക്ടർ എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സെക്ടർ. ഓക്കെ, അപ്പൊ ഇതാ നമുക്ക് 60 ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും 60 ഡിഗ്രി ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അതൊരു മൈനർ സെക്ടർ ആണ്. കാരണം 360 ഡിഗ്രി ആംഗിൾ ഉണ്ട്, അതിൽ 60 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് മൈനർ ആയിട്ടേ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഒരു സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന രീതി എങ്ങനെയാണ്? ഏരിയ ഓഫ് എ സെക്ടർ ഈസ് ഈക്വൽ ടു, ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഫുൾ സർക്കിളിന്റെ കുറച്ച് പോർഷൻ മാത്രമാണ് ഇവരെന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ ഒരു ഫുൾ സർക്കിളിന്റെ ഏരിയ എത്രയാണ്? πr² ആണ് ആണല്ലോ. അതേപോലെ ഈ ഒരു ഫുൾ ഈ ഒരു സെന്ററിന് ചുറ്റുമുള്ള ഫുൾ ആംഗിൾ, അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ അകത്ത് വരുന്ന ഫുൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ആണ്. ഓക്കെ, അതില് എത്ര ഭാഗം മാത്രമാണ് ഒരു സെക്ടറിന്റെ അകത്ത് വരുന്നത്? 60 ഡിഗ്രി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ എടുക്കുമ്പോൾ ജനറൽ ആയിട്ട് എടുക്കുമ്പോൾ തീറ്റ എന്ന് എടുക്കും. ഓക്കെ, അപ്പൊ 360 ഡിഗ്രി ആംഗിളില് ഒരു തീറ്റ, ഓക്കെ, ഒരു കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഏരിയയെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 360 എന്ന് എഴുതാൻ കഴിയും ആണല്ലോ. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ടോട്ടൽ സർക്കിളിന്റെ ഏരിയ πr²ഉം ടോട്ടൽ ഒരു സർക്കിളിന്റെ അത് എൻക്ലോസ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 360ഉമാണ്. അതിൽ കുറച്ച് ആംഗിൾ ഉൾപ്പെടുന്ന ഭാഗമാണ് നമ്മൾ ഏരിയ സെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഏരിയ എടുക്കുമ്പോൾ πr² ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 360 ആയിരിക്കും അതിന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യുക നോക്കുക, πr², നമുക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈക്ക് വാല്യൂ കൊടുക്കുക, 22/7 ഇൻറ്റു r², അതായത് 6 ഇൻറ്റു 6. ഓക്കെ, ഇൻറ്റു പിന്നെ നമുക്ക് എന്താണ്? തീറ്റ, ദാറ്റ് ഈസ് 60 ഡിവൈഡഡ് ബൈ 360 എന്നാണ് നമുക്ക് കിട്ടുന്നത് ആണല്ലോ. അപ്പൊ നോക്കിയേ, ഈ 60, ഈ രണ്ട് സീറോസ് ക്യാൻസൽ ആയി പോയി, ഈ ഒരു 6 ഇവിടെ 36 ക്യാൻസൽ ആയി, ഇവിടെ ഒരു 6 കിട്ടും. ആൻഡ് ഈ 6ഉം ഒരു 6ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് 22/7 ഇൻറ്റു 6 എത്ര കിട്ടും? 132 ഡിവൈഡഡ് ബൈ 7 എന്നാണ് കിട്ടുന്നത്. ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ 18.86 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സെക്ടറിന്റെ ഏരിയ കിട്ടി. ക്ലിയർ? So students, we are moving to the second question of our exercise 12.2. Question പറയുന്നത് എങ്ങനെയാണ്? Find the area of a quadrant of a circle whose circumference is 22 cm. Okay, അപ്പൊ നമുക്ക് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 22 cm എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും റേഡിയസ് കണ്ടുപിടിക്കാം ആണല്ലോ. അപ്പൊ റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാം? സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എന്താണ്? 2πr is equal to 22 എന്നാണ് വരുന്നത്. അപ്പൊ ഇതാ നോക്കിയേ, 2 ഇൻറ്റു ഈ പൈക്ക് പകരം ഞാൻ 22 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 22. അപ്പൊ ഇതാ നോക്കിക്കേ, ഈ 22 ക്യാൻസൽ ആയി പോയി, നമ്മൾക്ക് r is equal to എത്ര കിട്ടും? 7/2 cm
സെന്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 22 സെന്റിമീറ്റർ സർക്കംഫറൻസ് ആയിട്ട് വരുന്ന സർക്കിളിന്റെ റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 7/2 സെന്റിമീറ്റർ. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ. ഓക്കെ, അപ്പൊ എന്താണ് ഈ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ടത്? എന്താണ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ? ഒരു സർക്കിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കറക്റ്റ് 4 ആയിട്ട് എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ. അതിലെ ഒരു പാർട്ടിനെയാണ് നമ്മൾ ക്വാഡ്രന്റ് എന്ന് വിളിക്കുക. ആൻഡ് നമുക്ക് ഓരോ പാർട്ടിലും ഇവിടെ സബ്ടെൻഡിന്റെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇങ്ങനെ ക്വാഡ്രന്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ട്രിഗണോമെട്രി ഒക്കെ പഠിച്ചോ? ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്, ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ +1 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിക്കേ, ആംഗിൾ 90 ഡിഗ്രി ആംഗിൾ നടുക്ക് സബ്ടെൻഡ് ചെയ്യുന്ന ഒരു സെക്ടർ ആണ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയ ക്ലിയർ ആയിരിക്കണം. ക്വാഡ്രന്റ് എന്ന് തന്നിരിക്കുന്നത് സെക്ടറിനെ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ക്വാഡ്രന്റ് തന്നിരിക്കുന്നത്? ഒരു സർക്കിളിനെ കറക്റ്റ് 4 ആയിട്ട് എന്ത് ചെയ്യുന്നു? 4 പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നടുക്ക് വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന് നമുക്ക് അറിയാമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വാഡ്രന്റ് എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതൊരു സെക്ടർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാ നോക്കിക്കേ, ഏരിയ ഓഫ് ദ ക്വാഡ്രന്റ്. ഓക്കെ, ഏരിയ ഓഫ് ദി quadrant, okay, is equal to, ഈ quadrant എന്ന് പറഞ്ഞ ഒരു സെക്ടർ തന്നെയല്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? പൈ r സ്ക്വയർ ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കേ, പൈയുടെ വാല്യൂ ഞാൻ 22/7 കൊടുക്കുകയാണ് ഇൻറ്റു r, റേഡിയസിന് പകരം ഞാൻ 7/2 ഇൻറ്റു 7/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇൻറ്റു തീറ്റ എത്രയാണ്? 90 ഡിഗ്രി ആണ്. 90 ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി എന്ന് നമ്മൾ കൊടുക്കുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു, നോക്കിക്കേ, ദാ ഈ 90യുടെ ഈ 0 പോയി, ദാ ഇവിടുത്തെ 9ഉം ഇവിടുത്തെ 36ഉം പോയി, 4 ആണ് കിട്ടിയത്. നെക്സ്റ്റ് നോക്കിയേ, ഈ 22 ആൻഡ് 2 പോയി, 11 കിട്ടി. ഈ ഒരു 7ഉം ഈ ഒരു 7ഉം ക്യാൻസൽ ആയി പോയി. പിന്നെ നമുക്ക് മുകളിൽ ലെഫ്റ്റ് ചെയ്യുന്നത് 11 ഇൻറ്റു 7, ദാറ്റ് ഈസ് 77 divided by 2 into 4 which is equal to 8 ആണ്. 77 divided by 8 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? ഏരിയ ഓഫ് ദി ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ ഹാവിംഗ് സർക്കംഫറൻസ് 22 സെന്റിമീറ്റർ. ഓക്കെ, so students, we are moving to the third question of our exercise 12.2. question പറയുന്നത് എങ്ങനെയാണ്? The length of the minute hand of a clock is 14 centimeter. Okay, അതായത് ഒരു ക്ലോക്കിന്റെ മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് എത്രയാണ്? 14 സെന്റിമീറ്റർ. ഈ ഒരു ഫിഗർ കണ്ടാല് ഞാൻ പറയണേ, ഏതാണ് മിനിറ്റ് ഹാൻഡ്? ഇതായിരിക്കും മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. ഇത് അവർ ഹാൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചോദിച്ചിരിക്കുന്നു, ഫൈൻഡ് ദ ഏരിയ സ്വെപ്റ്റ് ബൈ ദി മിനിറ്റ് ഹാൻഡ് ഇൻ 5 minutes. 5 മിനിറ്റിൽ ഈ ഒരു മിനിറ്റ് ഹാൻഡ് എത്ര ഏരിയ, ആ ക്ലോക്കിന്റെ എത്ര ഏരിയ കവർ ചെയ്യും എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ 5 മിനിറ്റിൽ അത് കവർ ചെയ്യും എന്ന് പറഞ്ഞാൽ എന്ത് ഐഡിയ ആണ് അതിൻ്റെ അകത്ത് വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു. ഓക്കെ, അപ്പൊ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിക്കേ, ഇപ്പൊ ഞാൻ ഈ 12ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ സപ്പോസ് 1ൽ എത്തിയത് 5 മിനിറ്റ് കൊണ്ട് എത്തിയതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? സപ്പോസ് ചെയ്യുക. അപ്പൊ നോക്കിയാൽ മിനിറ്റ് ഹാൻഡ് ലെങ്ത് സപ്പോസ് 12ൽ നിന്നപ്പോൾ ഇവിടെ വരെയാണ് 14 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്ത് സ്വെപ്റ്റ് ചെയ്താണ് ഇപ്പൊ 5 മിനിറ്റിന് ശേഷം ഈ ഒരു 1 എന്ന് പറയുന്ന പോയിന്റിൽ എത്തി നിൽക്കുന്നത് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ആംഗിൾ അത് പോയിട്ടില്ലേ? ഓക്കെ, ഒരു ആംഗിൾ ഇവിടെ സബ്റ്റെൻഡ് ചെയ്തിട്ടില്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു ആംഗിൾ എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം ആണല്ലോ. അപ്പൊ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഐഡിയ എന്താണ്? നമുക്കറിയാം, ടോട്ടൽ ഈ ഒരു സർക്കിളാണ് തന്നിരിക്കുന്ന, ക്ലോക്ക് സർക്കുലർ ഷേപ്പിലാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ചുറ്റിനുമുള്ള ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ്? ഈ ഒരു മിനിറ്റ് ഹാൻഡ് ഈ 12ൽ തുടങ്ങി തിരിച്ച് ഈ 12 വരെ എത്തണമെങ്കിൽ 360 ഡിഗ്രി എന്ത് ചെയ്യണം? അത് കറങ്ങണം ആണല്ലോ. അപ്പോ 60 മിനിറ്റിൽ, നമുക്ക് 5 മിനിറ്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ഒരു ഐഡിയ എങ്ങനെയാണ്? 60 മിനിറ്റിൽ എത്രയാണ് കവർ ചെയ്യുന്നത്? 360 ഡിഗ്രി കവർ ചെയ്താൽ 5 മിനിറ്റിൽ എത്രയാണ് കവർ ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, ആംഗിൾ. ഓക്കെ, ആംഗിൾ ദാറ്റ് ഇസ് തീറ്റ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ, വിച്ച് ഇസ് ഈക്വൽ ടു, അപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞത്? 360 ഡിഗ്രി ആണ് എത്ര? ടോട്ടൽ. ഓക്കെ, എത്ര മിനിറ്റിൽ? 60 മിനിറ്റിൽ. 360 ഡിഗ്രി 60 മിനിറ്റിൽ കവർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര കവർ ചെയ്യും? 360 ഡിവൈഡഡ് ബൈ 60. ഓക്കെ, ഇൻറ്റു നമുക്ക് 5 മിനിറ്റിലല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇൻറ്റു 5. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ചെയ്യുമ്പോഴത്തേ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? 0 ക്യാൻസൽ ആയി പോയി, 6 and 6 ക്യാൻസൽ ആയി, 6 into 5 is equal to 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഒരു ഐഡിയ കറക്റ്റ് ആയിട്ട് എന്റെ ഐഡിയ ഇതാണ് ഉദ്ദേശിക്കുന്നത്. 60
60 മിനിറ്റിൽ 360 ഡിഗ്രി കവർ ചെയ്യുന്നെങ്കിൽ 1 മിനിറ്റിൽ 360 ഡിവൈഡഡ് ബൈ 60 ഡിഗ്രി ആയിരിക്കും കവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റിൽ ഇൻറ്റു 5, ഓക്കെ, ഇൻറ്റു 5 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. എന്താണ് ഈ 12 മുതൽ 1 വരെ എത്രയാണ്? 5 മിനിറ്റ് ആണ്. 1 മുതൽ 2 വരെ എത്ര മിനിറ്റ് ആണ്? 5 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം 60 ഡിഗ്രിയിൽ എത്ര 5 മിനിറ്റ്സ് ഉണ്ട്? 12 5 മിനിറ്റ്സ് ഉണ്ട്. അപ്പൊ 360നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇതേ ഉത്തരമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഐഡിയ കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. എന്താണ് 60 മിനിറ്റിൽ 360 കവർ ചെയ്യുമെങ്കിൽ 1 മിനിറ്റിൽ 360 ഡിവൈഡഡ് ബൈ 60 ഡിഗ്രിയാണ് കവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റിൽ എന്ത് ചെയ്യണം? 360 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 5. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ്. അപ്പൊ നമുക്ക് നടുക്കുള്ള ആംഗിൾ എത്രയായിട്ട്? 30 ഡിഗ്രി കിട്ടി. നെക്സ്റ്റ് ഇനി നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഏരിയ ആണ് പറഞ്ഞിരിക്കുന്നത്. ആര്? സ്വെപ്റ്റ് ബൈ ദ മിനിറ്റ് ഹാൻഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ്, ചിലർക്ക് ഡൗട്ട് വരാം, നമ്മൾ ഇങ്ങനെ കവർ ചെയ്യുമ്പോഴത്തേക്കും സർക്കംഫറൻസ് ഇതിന്റെ ആർക്ക് ഇവിടെ അല്ലേ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. പക്ഷെ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് കവർ ചെയ്യുന്നതെന്നാ. അപ്പൊ മിനിറ്റ് ഹാൻഡ് ഇവിടെയാണ് കവർ ചെയ്യുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മിനിറ്റ് ഹാൻഡിൽ ലെങ്ത് ആയ 14 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ R ഈസ് ഈക്വൽ ടു 14 സെന്റിമീറ്റർ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലോക്കില് 5 മിനിറ്റിൽ അത് പോയ ആംഗിൾ 30 ഡിഗ്രി ആണ് എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അതേപോലെ അതിന്റെ ആ ഒരു ലെങ്ത്, മിനിറ്റ് ഹാൻഡ് ലെങ്ത് 14 സെന്റിമീറ്റർ എന്നുമാണ് കിട്ടിയത്. നമ്മളിത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 5 മിനിറ്റിൽ ഈ ഒരു എന്താണ് ഈ ഒരു മിനിറ്റ് ഹാൻഡ് എത്ര ഏരിയ, ഈ ക്ലോക്കിന്റെ എത്ര ഏരിയ സ്വെപ്റ്റ് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഏരിയ സ്വെപ്റ്റ്. ഓക്കെ, ഏരിയ സ്വെപ്റ്റ് by the minute hand. Okay, by the minute hand in 5 minutes. ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ പറയാൻ പറ്റും? which is equal to the area of the sector. Okay, area of the sector with radius R is equal to 14 centimeter and theta is equal to 30 degree. കറക്റ്റ് അല്ലേ? അതായത് 5 മിനിറ്റിൽ ഈ ഒരു മിനിറ്റ് ഹാൻഡ് എത്ര ഏരിയ സ്വെപ്റ്റ് ചെയ്യുന്നു, ഈ ഒരു സർക്കുലർ ക്ലോക്കിന്റെ എത്ര ഏരിയ സ്വെപ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾക്ക് ചോദിച്ചാൽ which is equal to the area of the sector with radius 14 centimeter and theta is equal to 30 degree according to this question. Okay, അപ്പൊ നമുക്ക് അറിയാവുന്നത് ഒരു സെക്ടറിന്റെ ഏരിയ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് പൈ r സ്ക്വയർ ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി എന്നാണ് ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിന്റെ വാല്യൂസ് എല്ലാം കൊടുക്കുന്നു. പൈക്ക് പകരം 22/7 എന്ന് കൊടുക്കുകയാണ്. ആറിന് പകരം 14 കൊടുക്കുകയാണ്. 14 ഇൻറ്റു 14 ഇൻറ്റു നമുക്ക് എത്രയാണ് തീറ്റ കിട്ടിയത്? 30 ആണ് കിട്ടിയത്. 30 ഡിവൈഡഡ് ബൈ 360. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അതായത് ഈ 7 and 14 പോകുന്നു. എത്ര കിട്ടും? 2 ആണ് കിട്ടുന്നത്. ഈ 0 ക്യാൻസൽ ആയി. 3ഉം 36ഉം ക്യാൻസൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും ആണല്ലോ. അപ്പൊ നമുക്ക് ഈ 14 ഞാൻ 7 കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. ഇതിന് 6 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എവിടെയൊക്കെ ക്യാൻസൽ ചെയ്യാം? ഈ 22നെ ക്യാൻസൽ ചെയ്യുമ്പോൾ 11 കിട്ടും. ഇവിടെ നമുക്ക് 3 കിട്ടും. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇനി കിട്ടുന്നത് 11 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 22. 22 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് 22 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്നത് 20 ഇൻറ്റു 7 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 140 ആയിരിക്കും. പിന്നെ 2 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 14 ആയിരിക്കും. അപ്പൊ നമുക്ക് എത്രയും 154 ആണ് കിട്ടുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 154 ഡിവൈഡഡ് ബൈ 3. ഏരിയയിലെ നമ്മൾ കണ്ടുപിടിച്ചത് യൂണിറ്റ് സെന്റിമീറ്റർ ആണ്. സോ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. വിച്ച് ഈസ് ദ ഏരിയ സ്വെപ്റ്റ് ബൈ ദ മിനിറ്റ് ഹാൻഡ് ഇൻ 5 minutes in a clock. Okay. So students, we are moving to the fourth question of our exercise 12.2. So question പറയുന്നത് ഇങ്ങനെയാണ്. A chord of a circle of radius 10 centimeter subtends a right angle at the center. Okay, അപ്പൊ ഞാൻ ഇവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. ഈ ഒരു ഫിഗറിൽ AB എന്ന് പറയുന്നതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഈ ഒരു കോഡ് ആ ഒരു സർക്കിളിന്റെ സെന്ററിൽ ഒരു എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു റൈറ്റ് ആംഗിൾ സബ്ടെൻഡ് ചെയ്യുന്നു. സോ AOB എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ, പിന്നെ നമ്മൾക്ക് പറയുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി കറസ്പോണ്ടിങ് മൈനർ സെഗ്മെന്റ് ആൻഡ് മേജർ സെക്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് ആരൊക്കെയാണ്? സെഗ്മെന്റ്, സെക്ടർ. ഓക്കെ, അപ്പൊ ഞാൻ സെക്ടർ എന്താണെന്ന് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെഗ്മെന്റ് എന്താണ്? സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോഡും ആർക്കുമായിട്ട് ചേർന്നുണ്ടാവുന്ന സർക്കിളിന്റെ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സെഗ്മെന്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, AB എന്ന് പറയുന്നതാണ് കോഡ്, ഇതെന്ന് പറയുന്നതാണ് ആർക്ക്. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആ ഒരു സർക്കിൾ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുക?
സെഗ്മെന്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഈ ഒരു സെഗ്മെന്റിന്റെ എന്താണ് കണ്ടുപിടിക്കാൻ, ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് മേജർ സെക്ടറിനെ കണ്ടുപിടിക്കുക. അപ്പൊ മേജർ സെക്ടർ എന്ന് പറയുമ്പോൾ ആരാണ്, ഈ ഒരു ആംഗിൾ ഉൾപ്പെടുന്നതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയാ, ഞാനവിടെ സ്പെസിഫൈ ചെയ്ത മേജർ സെക്ടർ. ഇത് മേജർ സെക്ടറും ഇതെന്താണ് മൈനർ സെഗ്മെന്റും ആയിരിക്കും. ഓക്കെ, മേജർ സെക്ടർ ആൻഡ് മൈനർ സെഗ്മെന്റ്. ഓക്കെ, അപ്പൊ ആദ്യം ഈ മൈനർ സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇതാ ഏരിയ എന്ന് എഴുതാൻ പോവുകയാണ് ആണല്ലോ. അപ്പോ ഇതിന്റെ ഐഡിയ എങ്ങനെ നമ്മൾ ഈ ഒരു മൈനർ സെഗ്മെന്റ് ഏരിയ കണ്ടുപിടിക്കും, ആ ഐഡിയ എങ്ങനെയാണ് നോക്കിക്കേ. ഇപ്പൊ ഞാൻ ഈ ഒരു ഫുൾ പോർഷൻ കൺസിഡർ ചെയ്യുക. നോക്കിക്കേ, ഒ എ ബി എന്ന് പറയുന്ന ഈ രണ്ട് റേഡിയസുകൾ അതേപോലെ ആർക്ക് ഇത് ഇത്രയും ഉൾപ്പെടുന്ന ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്താൽ അതെന്താണ്, ഒരു സെക്ടർ ആണ്. ഒരു സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ആണല്ലോ. അതേപോലെ ഞാൻ നോക്കിക്കേ, ഇങ്ങനെ ഞാൻ കൺസിഡർ ചെയ്താൽ ഇതെന്താണ്, ഒരു ട്രയാങ്കിൾ ആണല്ലോ. അപ്പൊ ടോട്ടൽ എന്താണ്, ഒരു സെക്ടറും അതേപോലെ അതിനുള്ളിൽ തന്നെ ഒരു ട്രയാങ്കിളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സെക്ടറിന്റെ ഏരിയയിൽ നിന്നും ആ ട്രയാങ്കിളിന്റെ ഏരിയ കുറച്ചാൽ ബാക്കി നമുക്ക് ലെഫ്റ്റ് ചെയ്യുന്ന പോർഷൻ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട മൈനർ സെഗ്മെന്റിന്റെ ഏരിയ എന്ന് പറയുന്നത് ആണ്. സോ ഞാൻ എടുക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്, ഏരിയ ഓഫ് ദി മൈനർ സെഗ്മെന്റ്. ഓക്കെ, ഏരിയ ഓഫ് ദി മൈനർ segment is equal to what, area of sector. Okay, area of sector, okay, minus area of ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിൾ ആണ്, AOB. ഓക്കെ, AOB എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ ഇതിൽ നിന്നും എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. ഈസ് ഈക്വൽ ടു, ഒരു സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, പൈ r square into theta divided by 360 എന്നാണ്, മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB. ഇവിടെ നോക്കിക്കേ, നമുക്ക് ബേസ് ഉണ്ട്, അതുപോലെ ഹൈറ്റ് ആയിട്ട് OB കൺസിഡർ ചെയ്യാം. ഇത് രണ്ടും എന്താണ്, റേഡിയസ് ഓഫ് ദ സെയിം സർക്കിൾ ആയതുകൊണ്ട് ഇതും എന്താണ് 10 സെന്റിമീറ്റർ ആണ് ആണല്ലോ. അപ്പൊ ഞാൻ കൊടുക്കുമ്പോഴത്തേക്കും ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കൊടുത്താൽ ഒന്ന് ആലോചിക്കേ, 22/7 ഇൻറ്റു r സ്ക്വയർ, റേഡിയസ് എത്രയാണ് നമുക്ക് 10 ആണ്, 10ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു 90 ഡിഗ്രി ആണ്, 90 ഡിഗ്രി ഡിവൈഡ് ബൈ 360 ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്, മൈനസ് ഹാഫ് ഇൻറ്റു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, b ഇൻറ്റു h, 10 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 100 itself. ഓക്കെ, ഈസ് ഈക്വൽ ടു, ഒന്ന് ചിന്തിച്ച് നോക്കുക, ഈ 0 ക്യാൻസൽ ആയി പോയി, ഈ 0 ക്യാൻസൽ ആയി, 9ഉം 36ഉം പോയി, നമുക്ക് ഇവിടെ 4 ആണ് കിട്ടിയത്. നെക്സ്റ്റ് ഇതാ ഇവിടെ നോക്കുമ്പോഴത്തേക്കും 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായിട്ട് 25 ആണ് കിട്ടുന്നത്. അതിന് നമുക്ക് 22 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 7 എന്നാണ് കിട്ടുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 78.5 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, മൈനസ് ഹാഫ് ഇൻറ്റു 100, ഹാഫ് ഓഫ് 100 ഈസ് ഈക്വൽ ടു വാട്ട്, 50. ഓക്കെ, അപ്പൊ ഞാൻ 50, അപ്പൊ 78.5 മൈനസ് 50 വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്, 28.5 എന്താണ്, സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്, മൈനർ സെഗ്മെന്റിന്റെ ഏരിയ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ മൈനർ സെഗ്മെന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ എങ്ങനെ എത്തിയത്, ഈ ടോട്ടൽ ഒരു സെക്ടറിനെ കൺസിഡർ ചെയ്തു, അതിൽ നിന്നും ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഞാൻ കുറച്ചു, അപ്പൊ എനിക്ക് മൈനർ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ അടുത്ത ചോദിച്ചിരിക്കുന്നത് മേജർ സെക്ടറിന്റെ ഏരിയ ആണ്. ഓക്കെ, അപ്പൊ മേജർ സെക്ടറിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് പല രീതികളിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന രീതി എന്ന് പറയുന്നത്, ഇവിടെ നോക്കിയാല് നമ്മൾ ഇവിടെ ഓൾറെഡി എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഈ ഒരു സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട് ആണല്ലോ. തന്നെ പൈ r സ്ക്വയർ ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 360, ദാറ്റ് ഈസ് ഒരു മൈനർ സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിച്ചു ആണല്ലോ. അപ്പൊ ടോട്ടൽ എന്തിൽ നിന്നും, ടോട്ടൽ ഈ ഒരു ട്രയാങ്കിളിന്റെ ഈ ഒരു സർക്കിളിന്റെ ഏരിയയിൽ നിന്നും ഈ മൈനർ സെഗ്മെന്റ് ഏരിയ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിനുള്ള ഉത്തരം കിട്ടും ആണല്ലോ. അപ്പൊ ഞാൻ നോക്കിക്കേതാണ്ട് പൈ r സ്ക്വയർ. ഓക്കെ, പൈ r സ്ക്വയർ മൈനസ് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, പൈ r സ്ക്വയർ ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 360. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്, നമുക്ക് 90. ഓക്കെ, 90 ഡിവൈഡ് ബൈ 360 എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ഇതിൽ രണ്ടിൽ കോമൺ ആയിട്ട് ആരുണ്ട്, പൈ r സ്ക്വയർ ഉണ്ട്. അപ്പൊ പൈ r സ്ക്വയർ ഈ കോമൺ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 1 മൈനസ് ഈ 90 ഡിവൈഡ് ബൈ 360 എനിക്ക് എങ്ങനെ എഴുതാം, 1/4 എന്ന് എഴുതാൻ പറ്റും ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു ഒന്ന് ആലോചിക്കേ, 1ൽ നിന്നും 1/4 കൊടുക്കുമ്പോൾ 3/4 ആണ്. അപ്പൊ 3/4 പൈ r സ്ക്വയർ എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 3 ഡിവൈഡ് ബൈ 4 ഇൻറ്റു പൈയുടെ വാല്യൂ എത്രയാണ്, 22 ഡിവൈഡ് ബൈ 7 ആണ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ നമുക്ക് 10 ഇൻറ്റു 10 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ
സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് 235.5 ആണ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ മേജർ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചു. മേജർ സെക്ടറിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഈ ടോട്ടൽ സർക്കിളിന്റെ ഏരിയയിൽ നിന്നും എന്ത് ചെയ്തു, ഈ ഒരു മൈനർ സെക്ടറിന്റെ ഏരിയ ഞാൻ കുറച്ചപ്പോഴാണ് എനിക്ക് മേജർ സെക്ടർ കിട്ടുന്നത്. ഇങ്ങനെ അല്ലാതെ നമുക്ക് വേറെ രീതിയിൽ വേണം ചെയ്യാം. കാരണം നോക്കിയേ, ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? നമുക്കൊരു സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. എന്താണ്? പൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി എന്നാണ്. ആണല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ ഈ ഒരു എന്തിന്റെ ഈ ഒരു സെക്ടറിന്റെ മൈനർ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി ഫോളോ ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രീതി ഫോളോ ചെയ്തത്. ഇവിടെ വരെയുള്ള ആംഗിൾ എത്രയാണ്? 90 ആണ്. ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360 ആണ്. അങ്ങനെയാണെങ്കിൽ 360 നിന്ന് 90 പോലെ എത്ര കിട്ടും? 270. അങ്ങനെയാണെങ്കിൽ ഈ തീറ്റയ്ക്ക് പകരം നിങ്ങൾ 270 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു മേജർ സെക്ടറിന്റെ ഏരിയ കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതി ഫോളോ ചെയ്യുക. ഓക്കെ.